കേരളത്തിലെ CPM-ഉം പിണറായി വിജയനും ഒക്കെ സംഘപരിവാറിന്റെ പാതയിലാണെന്നാണ് നമ്മുടെ ആര് പറയുന്നത്, VD സതീശൻ പറയുന്നത്. VD സതീശൻ അങ്ങ് ഈ പുതുയുഗ യാത്ര വർക്കലയിൽ എത്തിയപ്പം അവിടെ വെച്ച് പ്രസംഗത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ വർഗീയത വിളമ്പിയാലും ഇത് നമ്മുടെ കേരളത്തിൽ വർഗീയത കൊണ്ടുവരാനാണ് CPM ശ്രമിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ വർഗീയത വിളമ്പിയാലും അതിനെ തടയാനുള്ള ശേഷി UDF-നുണ്ടെന്ന് സതീശൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തീരെ അവര് വർഗീയത പറയാറുമില്ല, പ്രചരിപ്പിക്കാറുമില്ല എന്ന് തന്നെയാണ് അവര് പറയുന്നത്. നമുക്കിതിനെ എങ്ങനെ കാണാം? ഇതിപ്പം സതീശൻ പറയുന്നത് സംഘപരിവാറിന്റെ രീതിയിലാണ് ഇവിടെ ഇടതുപക്ഷം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സതീശന്റെ ഏറ്റവും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുണ്ടുടുത്ത മോദി എന്ന് വിശേഷിപ്പിച്ച് ഷാഫി പറമ്പിലാണ്. മുണ്ടുടുത്ത മോദിയാണ്. ഇപ്പൊ ഡൽഹി ഭരിക്കുന്നത് പാൻറിട്ട മോദിയാണെങ്കിൽ കേരളം ഭരിക്കുന്നത് മുണ്ടുടുത്ത മോദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് മുതൽ തന്നെ ഒരു സംഘപരിവാർ അജണ്ട, സംഘപരിവാറിൻ്റെതായ ഒരു രീതി പിണറായി വിജയൻ വെച്ചു പുലർത്തുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഇവരൊക്കെ തന്നെയാണ്, ഈ UDF തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തിനായിരുന്നു അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ആളിനെ നമ്മൾ മനസ്സിലാക്കി നോക്കും. അതായത് അങ്ങനെ മുണ്ടുടുത്ത മോദി എന്ന പരാമർശം നടത്തിയത് ഷാഫി പറമ്പിലാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ ആരാണ്? നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക. ഷാഫി പറമ്പിൽ MLA ആയിരുന്ന സമയത്ത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു MLA, ഉത്തരവാദിത്തപ്പെട്ട നിൽക്കുന്ന ഒരു MLA ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. വെറുതെ നമ്മൾ പ്രശ്നമില്ല, എത്ര മതേതരത്വം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, പ്രശ്നമുണ്ട്. ഷാഫി എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. അത് എങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇന്ന് പിന്നെ VD സതീശന്റെ UDF-ന് ഒപ്പം നിൽക്കുന്നത് സത്യത്തിൽ ആരാണ്? ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ സംഘടനയെ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു. SDP പിന്തുണ പ്രഖ്യാപിച്ചു. അവർക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു ഘടകകക്ഷിയാരാണ്? മുസ്ലിം ലീഗാണ്. ഇല്ലേ? അല്ലാതെ വേറെ ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാളെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ആ പറയുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയെ സംഘപരിവാർ അജണ്ടയുടെ അല്ലെങ്കിൽ സംഘപരിവാരകാരനാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് UDF-ന്റെ പ്രധാന അജണ്ടയാണ്. നമ്മൾ കാണേണ്ടത് അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ വേണം അതിനെ കാണാൻ. അപ്പം ഇവിടെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമുണ്ട്. മുസ്ലിം ലീഗ് കൂടെ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കൂടെയുണ്ട്, SDP കൂടെയുണ്ട്. അപ്പം ഇങ്ങനെ കൂടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം. ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഷാഫി പറമ്പലിനെ എടുത്തങ്ങ് ഉയർത്തി. ഒരു സമയത്ത് ഷാഫി പറമ്പലിനെ എടുത്തങ്ങ് ഉയർത്തുകയല്ലായിരുന്നു. VD സതീശൻ എന്താ ചെയ്തേ? ഷാഫി പറമ്പലിനെ പൊക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഷാഫി രാഹുലും ഇല്ല, വേറൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഷാഫി രാഹുലും വേറൊരു തരത്തിലുള്ള ഒരു അജണ്ടയാണ് അവർ തമ്മിലുണ്ടായിരുന്നത്. വേറൊരു കെമിസ്ട്രി ആയിരുന്നു ഷാഫിയും രാഹുലും തമ്മിലുണ്ടായിരുന്നു. ഇവര് പിന്നീട് രാഹുൽ കാണിച്ച തെണ്ടിത്തരത്തിന് VD സതീശൻ ചോദ്യം ചെയ്തപ്പോൾ സതീശനെ വെട്ടിയിട്ട് പകരം അവർ KCയുടെ കൂടെ പോയി. അപ്പോഴും ഈ പറയുന്ന ഒരു പ്രീണന നയം അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആരും തിരിച്ചറിയാതെ പോകുന്നു എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ ന്യൂനപക്ഷത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള പ്രവണതകളാണ് UDF സത്യത്തിൽ ഇവിടെ കൊണ്ട് നടക്കുന്നത്. VD സതീശനാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു കുറച്ചു നാളിന് മുൻപ് നടന്ന ഒരു വലിയ സംഭവമുണ്ട്. സമസ്തയുടെ വേദിയിൽ കയറി നിന്നുകൊണ്ട് സമസ്തയിലെ അധ്യക്ഷന് പറയേണ്ടി വന്നു, കാന്തപുരത്തിന് പറയേണ്ടി വന്നു, ഈ മേലെ ഇമാര് വർത്താനം പറയേണ്ടി വരണമെന്ന് പറയേണ്ടി വന്നു. ഇവിടെ വർഗീയത ഇല്ല എന്ന് പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അവരുടെ കേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കേരള യാത്രയുടെ സമാപന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെന്താ, ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ശ്രമിക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ ഒരു ഭൂരിപക്ഷ വർഗീയത ഇവിടെ ഒരുപക്ഷെ നടനം വന്നേക്കാം. കാലം കഴിയും തോറും നമ്മളിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നിലേക്കാണ് നടക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന പശ്ചാത്തല സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ പിന്നിലേക്ക് നടക്കുന്നവരാണ്. മാനസികമായി നമ്മൾ പിന്നിലേക്ക് നടക്കുന്നത്. ഈ പഴയ കാലത്തുണ്ടായിരുന്ന വർഗീയത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. മതേതരത്വം എന്ന് പറയുന്ന ഒന്ന് നമ്മളെടുത്ത് ചവറ്റുകൊട്ടയിൽ കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കഴിഞ്ഞു. അത് സംഘപരിവാറിന്റെ വരവോടുകൂടി തന്നെയാണ്. ഈ സംഘപരിവാർ ആശയങ്ങളെ എന്നും മുക്തകണ്ഠം അല്ലെങ്കിൽ അതിശക്തമായി എതിർത്തിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി CPM ആണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരിടത്തും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ CPM-കാരൻ എപ്പോഴെങ്കിലും ഒരു സംഘപരിവാറുകാരനെ പൂജിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ, ഏതർത്ഥത്തിലാണ് VD സതീശൻ പറയുന്നത്? ഈ VD സതീശൻ തന്നെ ഗോൾവർക്കറുടെ ചിത്രത്തിൽ പോയി നിന്നുകൊണ്ട്, ഗുരുജി ഗോൾവർക്കർ അവരുടെ ചിത്രത്തിൽ പോയി കുനിഞ്ഞു വണങ്ങി ഇന്ന് വിളക്ക് കത്തിച്ച ഒരാളാണ് ഈ പറയുന്ന VD സതീശൻ. ആ സതീശനെ എങ്ങനെയാണ്
ഈ സതീശന് എന്ത് യോഗ്യതയുണ്ട് മുഖ്യമന്ത്രി ഇവിടെ വർഗീയത, ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അതിനെ നടപ്പിലാക്കുന്നു എന്ന് പറയാൻ? ഇതേ വി ഡി സതീശൻ തന്നെ സംഘപരിവാറിന്റെ മറ്റൊരു സംഘടനയായ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ അദ്ദേഹം എനിക്ക് സഹോദര തുല്യനാണെന്നും അദ്ദേഹത്തിനെതിരായി കർണാടക സർക്കാരിൽ ഉണ്ടായിരുന്ന വലിയ ഭീമമായ 500 കോടിയുടെ അഴിമതി കേസ് പുറത്തു വന്നപ്പോൾ അതിനെക്കുറിച്ച് നടത്തിയ പരാമർശം എന്തായിരുന്നു? ഇവിടെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലേ, ഈ രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നത് സ്വാഭാവികം മാത്രമാണ്. അതാ ഞാൻ ആദ്യം ചോദിച്ചത്. ഈ പറയുന്ന UDF-കാര് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാര് ഒരിക്കൽ പോലും വർഗീയത വിളമ്പിയിട്ടില്ലേ എന്ന് ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും സംഘപരിവാർ ആശയങ്ങളോട് പൊരുത്തപ്പെടാതെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ. എനിക്ക് BJP-യിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ RSS-ലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ആരുടെയും അനുവാദം വേണ്ട എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ നിൽക്കുകയാണെന്നേ, കണ്ണൂർ MP ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്നിട്ട് അതേ ആള് തന്നെ ഒരിക്കൽ പിന്നെ KPCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശാഖകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ കുട്ടികളെ പറഞ്ഞ് കാവൽ നിർത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പം സംഘപരിവാർ ആശയങ്ങളോട് സന്ധി ചെയ്യുന്ന ആരാ? ഇവരാണ്. ഇവിടെ പിന്നെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇപ്പൊ എവിടെയാ? BJP-യിലാണ്. രണ്ടാമത് പിന്നെ K കരുണാകരന്റെ മകൾ P പത്മജ എവിടെയാണ്? BJP-യിലാണ്. അപ്പം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുന്ന ഒരു സ്ഥിരം പല്ലവിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ? അപ്പൊ കോൺഗ്രസ് ആശയങ്ങൾ ഒരു പിന്നെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് പിന്നെ കോൺഗ്രസ് ദേശീയ തലത്തിൽ പോലും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തിനാണ് മുസ്ലിം ലീഗിന് പിന്നെ അകറ്റി നിർത്തുന്നത്? മുസ്ലിം ലീഗിന്റെ വോട്ട് നേടി ജയിച്ചിട്ടല്ലേ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും വയനാട്ടിൽ MP മാരായത്? എന്തിനാണ് മാറ്റി നിർത്തുന്നത്? ആ കൊടി എന്തിനാണ് മടക്കി പോക്കറ്റ് വെക്കാൻ ലീഗുകാരോട് ആവശ്യപ്പെടുന്നത്? മൃദു ഹിന്ദുത്വ സമീപനം. അപ്പൊ ഈ സംഘപരിവാർ അജണ്ട ആരാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്? സംഘപരിവാറുകാർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിയത് ആരാണ്? ഇതേ വി ഡി സതീശൻ അടങ്ങുന്ന ഇവിടുത്തെ UDF-കാരാണെന്ന് പറയേണ്ടി വരും. അല്ലാന്ന് ഒരു ഘട്ടത്തിൽ പോലും പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഇത് എന്തുകൊണ്ടാണ് സംഘപരിവാർ അജണ്ട? ഇത് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ ആണെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന കേരളമാണെങ്കിലും ഇതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണെന്നേ. ഇപ്പൊ കേരളത്തിലെ ഒരു ആവശ്യം, ഇപ്പൊ ദേശീയപാത വികസനം ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. ഈ ദേശീയപാത വികസനത്തിന് വേണ്ടിയിട്ട് അവിടെ CPM-ന്റെ മന്ത്രിമാരും ഇരിപ്പില്ല. അവിടെ കേന്ദ്രമന്ത്രിസഭയിൽ അവിടെ നിതിൻ ഗഡ്കരിയാണുള്ളത്. ആ നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് അവിടുത്തെ RSS-കാരനും BJP-കാരനുമാണ്. അപ്പോൾ നിതിൻ ഗഡ്കരിയോട് സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന CPM നേതാവ് അവിടെ പോയിട്ട് RSS-ന്റെ അല്ലെങ്കിൽ BJP-യുടെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നല്ല വരുന്നത്. ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ പോയിട്ട് അവിടുത്തെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് വാർത്ത വരുന്നത്. അല്ലാതെ പിന്നെ സംഘപരിവാറുകാര് അല്ലെങ്കിൽ ഈ റിയാസ് പോയിട്ട് അവിടെ ഇത് കണ്ടു എന്നല്ല വരുന്നത് വാർത്ത. അപ്പം ഈ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇത് സർക്കാരുകൾ തമ്മിലുള്ള ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു തരം ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതല്ല ആർക്കും ഒത്താശ ചെയ്ത് കൊടുക്കുന്ന കേസുകളൊന്നും അല്ല. നമ്മളിങ്ങോട്ട് നോക്കി എത്രയോ അധികം ഇപ്പൊ രശ്മി കൊട്ടാരക്കരയിൽ മത്സരിച്ച രശ്മി ഇപ്പൊ എവിടെയാണ്? BJP നിൽക്കുന്ന ഒരു നേതാവാണ്. BJP-യിലേക്ക് പോയി. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ട അത്രേ ഉള്ളതേ. അപ്പൊ ഇതൊക്കെ അവരുടെ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ നടന്നിട്ടുള്ള കാര്യങ്ങളായിട്ടും എന്തടിസ്ഥാനത്തിലായിരിക്കും സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പം കേരളത്തിൽ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചില്ലേ, SDP-യും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ വേണം, മുസ്ലിം ലീഗുകാരുടെ പിന്തുണ വേണം. മുസ്ലിം ലീഗ് ഓൾറെഡി പിന്തുണയുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന SDP-യും പിന്തുണ പിൻവലിക്കരുത്. എങ്കിൽ ആ പിൻവലിക്കാതിരുന്നെങ്കിൽ മാത്രമേ മലബാർ മേഖലകളിൽ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, ഈ കേരളത്തിൽ ബാക്കി നിൽക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരായി ഒരു വികാരം ഉണ്ടാക്കി വെക്കണം. ആ വികാരം BJP-യുടെ വോട്ട് കൊണ്ടാണ് അവർ ജയിക്കുന്നത് എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാക്കി വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റുകയും വേണം. ഇതാണ് സംഭവം. അന്ന് ഞാൻ പറഞ്ഞില്ല, കേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ വി ഡി സതീശൻ അതിനെ പിന്നെ വർഗീയമായി ചിത്രീകരിച്ച് വെള്ളാപ്പള്ളി നടേശനുമായി കൂട്ടിച്ചേർത്തുകൊണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അയാളുടെ വിവരക്കേടാണെന്നേ. വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഇവരെ കുറ്റം പറയുന്നു, മലപ്പുറംകാരെ കുറ്റം പറയുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മലപ്പുറത്ത് ഈ പറയുന്ന കുറ്റം പറച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തുള്ള ജനതയെ ഇടതുപക്ഷ വിരുദ്ധരാക്കി മാറ്റുകയാണ്. ഇതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിന്റെ പിന്നിൽ ഇത് ശരിക്കും വർഗീയത പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് UDF തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് NSS-കാരെന്ത് ചെയ്തു? പിന്തുണ പ്രഖ്യാപിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട്. അതോടൊപ്പം SNDP പിന്തുണ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ പിന്നെ മറ്റ് സാമുദായിക സംഘടനകൾ എല്ലാവരും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു.
പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൊ ഹിന്ദുക്കളെല്ലാം കൂടി, അപ്പൊ അവിടെയാണ് പ്രശ്നം. ഹിന്ദു സംഘടനകൾ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതാണ് വരുന്നത്. ഹിന്ദു സംഘടനകൾ, അപ്പൊ ഇത് പിന്നെ മുസ്ലിംസിന്റെ ഇടയിൽ എങ്ങനെയാ പോവുക, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോകുന്നത് എന്താ? ഹിന്ദു സംഘടനകൾ ഇവിടെ വന്നിട്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് കാരണം മുഖ്യമന്ത്രി പുലർത്തുന്ന മൃദു ഹിന്ദുത്വ സമീപനം. അപ്പൊ ഇതിനെ മൃദു ഹിന്ദുത്വ സമീപനമായി വളച്ചൊടിച്ചു. ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാബരി ഉണ്ട്. ശബരിമലയുടെ സമൂലമായ വികസനം വരുന്നത് ബാബരി പള്ളി വികസിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ്, അല്ലെ? എന്തുകൊണ്ട് അത് മനസ്സിലാക്കാതെ പോയത്? ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ അത് കൃത്യമായി നടപ്പിലാക്കി അതിനെ ഒരു ആഗോള തലത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഫലം പറ്റുന്നത് അവിടുത്തെ ഈ പറയുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി കൂടിയാണ്. ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാ ഹിന്ദുക്കളും തന്നെയാണോ? അല്ല. അതിനകത്ത് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ശബരിമല ചവിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവിടെ ബാബരി പള്ളി ഇരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഇങ്ങോട്ട് കയറരുതെന്ന് പറയാൻ പറ്റുമോ? അവിടെ മാധ്യമപ്രവർത്തകർ എത്രയോ അധികം ആൾക്കാർ അവിടെ പോയെന്നുണ്ട്, ശബരിമല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഹിന്ദുക്കളാണെന്നുള്ള കാര്യം. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രീതിയിൽ ഇവിടുത്തെ ഇടതുപക്ഷം വർഗീയ ഹിന്ദുത്വ പ്രീണനം നടത്തിക്കൊണ്ട് മുസ്ലിംസിനെ തടയാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന വ്യാജമായ ഒരു നരേറ്റീവ് കേരളത്തിലെ അടിമുടി സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അപ്പം മതേതരത്തെ മുറുകെ പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വി.ഡി. സതീശൻ ചെയ്യുന്ന എന്താ? മതേതരത്വം ഇല്ലായ്മയും ന്യൂനപക്ഷ പ്രീണനവും നടത്തിക്കൊണ്ട് ഒരു സർക്കാരിനെ ഹിന്ദുത്വ സർക്കാർ എന്നുള്ള നിലയിലേക്ക് മുദ്ര കുത്താൻ ശ്രമിക്കുന്ന വർഗീയ അജണ്ട നടപ്പിലാക്കുകയാണ് ശരിക്കും വി.ഡി. സതീശൻ ചെയ്യുന്നത്. അല്ല, ഇത് മതേതരത്വമല്ല. ഇതിനെ മതേതരത്വം എന്നുള്ള പേര് ലേബൽ ഇട്ടിച്ചുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. അത് പിന്നെ തന്നെയുമല്ല, ഈ മൃദു ഹിന്ദുത്വ സമീപനം പുലർത്തിയിട്ടുള്ളവരിൽ എല്ലാവരും തന്നെ ഈ UDF നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിട്ടുവീഴ്ചകൾ പലയിടത്ത് ചെയ്തിട്ടുണ്ട്. നേമത്ത് വിട്ടുവീഴ്ച ചെയ്തു. ഇതിനുമുമ്പ് നമ്മൾ നിയമമണ്ഡലത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നല്ലോ. ആ നിയമമണ്ഡലത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ വലിയ ശക്തമായ രീതിയിൽ ഒന്നാം സ്ഥാനത്ത് ശക്തൻ നാടാരെ വിജയിച്ചുകൊണ്ടിരുന്ന നിയമമണ്ഡലം എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു പ്രാധാന്യമില്ലാത്ത ഒരു മണ്ഡലമായി മാറിയത് എങ്ങനെ എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കെ ബാബു പിന്നെ തൃപ്പൂണിത്തുറയിൽ വിജയിച്ചത് എങ്ങനെ? ആ ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം എന്തിനാണ് പിന്നെ ഈ പറയുന്ന വർഗീയ അജണ്ട നടപ്പിലാക്കുന്നില്ലെങ്കിൽ എന്തിനാണ് UDF-കാര് ഈ പറയുന്ന ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്? ഇതും ചോദ്യമായി വരേണ്ടതല്ലേ? അപ്പം ഇവരും വർഗീയത കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമല എന്ന് പറയുന്ന വിഷയം കൃത്യമായി കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. അതിനെ അങ്ങനെ പിന്നെ ശബരിമല വിരുദ്ധരാണ് സംസ്ഥാന, ഈ രണ്ട് കാര്യം പറയുന്നുണ്ട്. ശബരിമല വിരുദ്ധരാണ് സംസ്ഥാന സർക്കാർ. ശബരിമലയെ മോഷണം നടത്തിക്കൊണ്ട് അവിടുത്തെ അയ്യപ്പ വിഗ്രഹം പോലും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണ് സംസ്ഥാനത്തെ പിണറായി വിജയനും മന്ത്രിമാരും എന്ന അടക്കമുള്ള ഒരു നരേറ്റീവ് എന്തിനാണ് കൊടുക്കുന്നത്? ആരെ പ്രീണിപ്പിക്കാനും ആരെ സന്തോഷിപ്പിക്കാനുമാണ്. അപ്പം ഇതിന്റെ ഒരു ആകത്തുക പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിനകത്ത് ഞെളിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾ മതേതരന്മാരാണെന്ന് പറയുകയും അടിയിലൂടെ ഈ പറയുന്ന മതപ്രീണന നയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന UDF ആണെന്ന് പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും.